ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്നൊരു RGB ലൈറ്റ് ആണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അഫോർഡബിൾ ആയിട്ട് ഒരു ഇന്ത്യൻ കമ്പനി, ഞാൻ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ കമ്പനി വാങ്ങിക്കുന്നത്. ഐ എം ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത് പ്രിഫർ ചെയ്യുന്നത്. സോ RGB എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ RGB ലൈറ്റ്, അതായത് ഈ റെഡും ബ്ലൂവും കത്തുന്ന RGB ലൈറ്റിൽ ഒരു IC ഉണ്ടാവും. സോ അത് വെച്ചിട്ട് നമുക്ക് പല പാറ്റേൺസ് അലക്സ ഇന്റഗ്രേറ്റ് ചെയ്യാം, വൈഫൈ ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ അതാണ് RGB. സോ നമുക്കൊരു ഡെസ്ക് സെറ്റപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി സോ അപ്പീലിംഗ്, എസ്തെറ്റിക് ലുക്ക് ആയിരിക്കും ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ. സോ ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. അലക്സ, turn on the desk light. Okay. So I think you can see this. So beautiful, right? വാളിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം, ഡെസ്കിൽ ഒട്ടിക്കാം. ഇതിനൊരു കോൺസ് ഉണ്ട്, അതാണ് എനിക്ക് ഒരു പ്രശ്നമായിട്ട് വന്നത്, ഞാൻ പറയാം. സോ ഇതാണിത്. നമുക്കൊരു 3000 രൂപയ്ക്ക് അവരുടെ വെബ്സൈറ്റിൽ കിട്ടും. ആമസോണിൽ ഞാൻ നോക്കിയപ്പോൾ 3500, ഒരു 500 എക്സ്ട്രാ വരുന്നുണ്ട്. സോ ഞാൻ വെബ്സൈറ്റിൽ കയറി എടുക്കാനാണ് പറയുന്നത്. അവരുടെ കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ ഡെലിവറി സർവീസ് എല്ലാം ഓക്കെ ആണ്, ബട്ട് സാധനം ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് സ്ട്രിപ്പായിട്ട് വരുന്നത്. നല്ല അടിപൊളിയാണ്, ക്വാളിറ്റി ഒക്കെ നല്ലതാണ്. ഓക്കെ, ഇതാണ് LED സ്ട്രിപ്പ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ബട്ടൺ ഉണ്ട്, മാനുവൽ. പിന്നെ ഒരു പവർ അഡാപ്റ്റർ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് പവറിൽ കണക്ട് ചെയ്യാൻ പറ്റണത്. സോ ഞാൻ എൻ്റെ ഡെസ്കിന് ചുറ്റുമാണ് ഒട്ടിച്ചിരിക്കുന്നത്, ഇതുപോലെ റൗണ്ടായിട്ട്. പിന്നെ എനിക്ക് എക്സ്റ്റൻഷൻ ഉള്ളതുകൊണ്ട് ഇത് ആണ് അതിൻ്റെ കണക്ടർ. നമുക്ക് ഇവിടെ നിന്ന് ലൂസ് ചെയ്യാം. സോ ഫുൾ അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ലൈറ്റ് പെർഫോമൻസ് കാണാം, സോ ഇംപ്രസിങ്, അടിപൊളിയാണ്. എനിക്ക് തോന്നുന്ന സോങ്ങിൻ്റെ ഒപ്പം നമുക്ക് സിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. സോ അതിനുവേണ്ടി നമുക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഉള്ളത് ട്യൂയ എന്ന് പറയുന്നൊരു ആപ്പാണ്, TUYA. സോ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനുള്ള പവർ മെനു വരുന്നുണ്ട്. പിന്നെ ലൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എഫക്ട്സ് ഉണ്ട്, അതിൽ തന്നെ പാറ്റേൺസ് കാണിക്കും. സോ നമുക്കതങ്ങനെ സ്വിച്ച് ചെയ്യാം. പിന്നെ നമുക്കിവിടെ പവർ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്. അതിനുശേഷം കളർ സ്വിച്ച് ചെയ്യാം, കളറിനുള്ള ഇതുണ്ട്. സോ ഇപ്പം ഞാനൊരു ബ്ലൂ കളറാക്കി. ഓക്കെ, ഇനി നമുക്ക് എഫക്ട്സ് അടുത്ത ബട്ടണിലേക്ക് പോയി കഴിഞ്ഞാൽ എഫക്ട്സ് ഉണ്ട്. സോ സീ ഓഫ് ക്ലൗഡ് ഒന്ന് നോക്കാം. പിന്നെ അടുത്ത ബട്ടണിൽ നമുക്ക് പാട്ടിനനുസരിച്ചിട്ട് സിങ്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ റോക്ക് മോഡാണെങ്കിൽ ഈ ഒരു ഈക്വലൈസർ പോലെ തന്നെ. പിന്നെ അടുത്തതിൽ കൗണ്ട് ഡൗൺ ഉണ്ട്, നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാത്രി ഓൺ ആവണമെങ്കിൽ അല്ലെങ്കിൽ രാവിലെ ഓൺ ആവണമെങ്കിൽ അങ്ങനെ സ്കെഡ്യൂൾ ചെയ്യാം. പിന്നെ ലൈവ് സ്ട്രിപ്സിൻ്റെ ലെങ്ത്ത് നമുക്ക് എത്രയുണ്ടെന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കൺഫേം ചെയ്ത് അതിനനുസരിച്ചിട്ട് അത് സപ്പോർട്ട് ചെയ്തോളൂ. പിന്നെ ഓരോ എഫക്ട്സ് ഓരോ ഇതിലുണ്ട്. എനിക്കിനി നമ്മുടെ സിസ്റ്റമായിട്ട് സിങ്ക് ചെയ്യാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. അത് ഇതുവരെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഞാൻ അവർക്കൊരു റിക്വസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൂടി എനേബിൾ ആക്കുകയാണെങ്കിൽ അത്ര അടിപൊളിയായിരിക്കും. പിന്നെ ഇതൊക്കെയാണ് വരുന്ന. അലക്സ സപ്പോർട്ട് ഉണ്ട്, ഗൂഗിൾ അസിസ്റ്റൻറ്റ് സപ്പോർട്ട് ഉണ്ട്, സ്മാർട്ട് തിങ്സ്, ഇപ്പോൾ സാംസങ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്മാർട്ട് തിങ്സിൻ്റെ സപ്പോർട്ട് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഈ ലൈനിനെ കുറിച്ച് പറയാനുള്ളത്.
നിങ്ങൾക്കിത് വാങ്ങിക്കണോ എന്നുള്ള ചോദ്യത്തിന് ഞാൻ ഇതിന് പ്രോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്, അഫോർഡബിൾ ആണ്, അത്യാവശ്യത്തിന് ഫീച്ചേഴ്സ് തരുന്നുണ്ട്. കോൺസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മാർട്ട് സിസ്റ്റം പോലെ തന്നെ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ച് സിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ PC-യിൽ ചെയ്തിരിക്കുന്ന പാട്ടിൻ്റെ ഗെയിമിൻ്റെ ഒപ്പം സിങ്ക് ചെയ്യുക, അതൊന്നും ഇതിൽ ഓപ്ഷൻ ഇല്ല. അതിന് ഗോവ തന്നെ വേണം. ഗോവ അറൗണ്ട് 8,000 റുപ്പീസിൻ്റെ അടുത്ത് വരും. സോ ഇതൊക്കെയാണ് അതിൻ്റെ കോൺസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടേപ്പ് ഒട്ടിക്കാൻ പറ്റില്ല. ഇത് ഫുള്ളി മെയ്ഡ് ഫോർ വാളിന് വേണ്ടി മാത്രമാണ്. ഡെസ്കിന് അത്ര ബെറ്റർ അല്ല, അപ്പീലിംഗ് അല്ല. പക്ഷെ ലൈക്ക് എല്ലാ ഗുണവും തരും. ഒരു ലൈറ്റിൻ്റെ എല്ലാ RGBയുടെ എല്ലാ ഗുണവും തരും. പിന്നെ മൊബൈൽ ആപ്പ് അത്ര ഇംപ്രസീവ് അല്ല. മൊബൈൽ ആപ്പ് ഇത്തിരി കൺഫ്യൂസിങ് ആണ്. നമുക്ക് ഹോം പേജിലേക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ ബട്ടൺസ് എല്ലാം കുറച്ച് കൺഫ്യൂസ്. ഞാനൊരു 10-ൽ ഒരു 8.5 റിവ്യൂ വരും ഈ ഒരു ലൈറ്റ് സെറ്റപ്പിന്. സോ ഇഫ് യു എൻജോയിങ് ദ റിവ്യൂ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.